സീരിയൽ അവാർഡിന് പോയ സമയത്ത് ഞാൻ ടോവിനോനെ കണ്ട്. അപ്പോൾ ഞാൻ ടോവിനുമായിട്ട് സംസാരിക്കാനൊന്നും നിന്നില്ല. ടോവി പിന്നെ സ്റ്റേജിൽ കയറി, ഞാൻ ഒരു അവാർഡ് കൊടുത്ത് ജസ്റ്റ് ഇറങ്ങി ഞാൻ പോന്നിട്ട് ഞാൻ കുറേ ദൂരം പോന്നു. ഞാൻ ഒരു 5-6 കിലോമീറ്റർ പോന്നു കഴിഞ്ഞിട്ട് ഞാൻ ടോവിനെ വിളിച്ച്. അപ്പോൾ ടോവി ചെയ്യുന്ന ഇറങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ എയറാമിൻ്റെ പ്രൊമോഷനാണ്. ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ഉണ്ടെന്ന് ഞാൻ കണ്ടു, ഞാൻ പോന്നു. ചേട്ടൻ എവിടെയുള്ളത് വെച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കുറേ പോന്നു ടോവി. അല്ല ചേട്ടാ അവിടെ നിൽക്കും, എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്നോ, ഞാൻ ഇപ്പോൾ വരുന്നറിഞ്ഞ്. അങ്ങനെ ടോവി നേരെ വണ്ടി എടുത്ത് ഞാനുള്ള സ്ഥലത്ത് ഒന്ന്, എന്താ ചേട്ടാ പ്രശ്നം, ചേട്ടൻ എന്താ നമ്മളെ പടത്തിൽ വരാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് എന്നെ വിളിച്ചുണ്ടായി, പിന്നെ എന്തോ എനിക്കറിഞ്ഞൂടാ, ചേട്ടന് ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഡേറ്റിൽ, ഞാൻ വീട്ടിലുണ്ടായി, എനിക്കൊരു പരിപാടി ഉണ്ടായില്ല. എന്നാൽ ചേട്ടൻ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഈ ന്യൂസ് പുറത്ത് വന്നപ്പോൾ ARMൻ്റെ ഡയറക്ടർ ജിതിൻ എനിക്ക് മെസ്സേജ് അയച്ചു, ചേട്ടൻ ഒരു റെസ്പോൺസും തരുന്നില്ല, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ ഒരാളെ സഹായിക്കുകയാണല്ലോ ചെയ്തത്, അല്ലാതെ ഞാൻ പിന്നെ അയാൾക്ക് യാതൊരു ഉപദ്രവവും ഞാൻ അയാൾക്ക് ചെയ്തില്ല. അയാളായിട്ട് വളരെ നല്ല രീതിയിലായിരുന്നു അത്രയും സമയം വരെ, ഞാൻ ഇത് അറിയുന്നവരെ. അത് നമ്മളൊരാളെ ഒരു അന്നം മുടക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അയാൾ ഒരാളെങ്ങനെ ജീവിച്ചു പോയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ, അതിൻ്റെ ആവശ്യം എന്താ? അയാൾക്ക് ഞാനൊരു ഉപകാരം ചെയ്തത്, അല്ലാതെ അയാളെ ഞാൻ ഒരു തരത്തിലും ഉപദ്രവിച്ചില്ല. ഒരു സമയത്ത് നമ്മൾ അത്രയും ഒരു തിരക്കുള്ള സമയത്ത് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് ഹരീഷ് ഡേറ്റ് പരിപാടിക്ക് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന ആളാണ്, അല്ലാതെ ഞാൻ അയാളുടെ അടുത്ത് എൻ്റെ ഡേറ്റ് നോക്കുമോ ചോദിച്ചല്ല. അയാൾ അത്രയും പിന്നെ ആ സമയത്ത് അത്രയും പടങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആൾ, അത്രയും പടങ്ങൾ. ഇപ്പം ഞാൻ ഇത് പിന്നെ ഈ ന്യൂസ് വന്ന സമയത്ത് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ ഇയാളെ പേര് പറയുന്നത്, എന്താ ഇയാളെ പേര് ബാദുഷയാണ് ആൾ.